സിജോയ്ക്കുണ്ട്. സിജോയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷനോ? എന്താ ഓപ്പറേഷൻ? എൻ്റെ അമ്മ ടെമ്പർ തെറ്റി എൻ്റെ വായിക്കുന്ന മൊത്തം പുള്ളിക്കാരി കേട്ടിട്ടുണ്ട്. എനിക്കിത് അച്ഛയുടെ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. പ്രോമോ കണ്ടപ്പോൾ തൊട്ട് അമ്മ കരച്ചില്ല. എനിക്ക് കരയാനും പറ്റത്തില്ല, എനിക്കൊന്നും പറയാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുമല്ലോ ഓക്കെ നന്നായിട്ട് കല്യാണം നടത്തുന്ന പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ ആ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് പോകാനായിട്ട് ചില ആൾക്കാർ നമ്മൾ ഒരുപാട് സഹായിച്ചു. അതെ 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 അതെ. നോറ വന്നപ്പോഴത്തേക്ക് ഒരു കേക്കുമായിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. ഭയങ്കര വില കൂടിയെന്നാണ് അറിഞ്ഞത്. നീ കാരണം ഇനി ആദ്യമായിട്ട് തന്ന സമ്മാനം അതല്ല കേട്ടോ. ആദ്യമായിട്ട് തന്ന സമ്മാനം ഒരു ബിയറാണ്. ആളെ അറിഞ്ഞെങ്കിൽ കൊടുത്തെന്ന്. ബർത്ത്ഡേ എല്ലാ വർഷവും ഉണ്ട്. വിവാഹം ലൈഫിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു ബർത്ത്ഡേ ദിവസം ആണെങ്കിൽ തന്നെയും ഇപ്പൊ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരൊരുങ്ങി ഒരുപാട് ക്ഷണിക്കപ്പെട്ട ആൾക്കാർക്ക് നടുവിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയിട്ട് കേക്ക് തേച്ച് കഴിഞ്ഞാൽ അത് റോങ് ആണ്. അവര് തമ്മിൽ ഫ്രണ്ട്സ്, അവര് തമ്മിലുള്ള പ്രശ്നം എന്റെ ഭർത്താവാന്ന് പറഞ്ഞിട്ടുള്ളൂ. അവര് തമ്മിൽ ഫ്രണ്ട്സ് തേക്കത്തില്ലെന്നുള്ള ഉറപ്പൊന്നും അല്ലാതെ എനിക്ക് അതിലൊരു പ്രശ്നമൊന്നും തോന്നിയില്ല. ആക്ച്വലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഉള്ളൊരു വ്യക്തി ആണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെൻസിറ്റീവ് ആണല്ലേ? ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് വലിയ അടിയുണ്ടായി. ഒരു ഓർമ്മയുണ്ടോ? നമ്മള് നമ്മുടെ വലിയ അടികളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പകുതി പുറത്ത് വന്നില്ല. 1 കിലോ കേക്കും 1 കിലോ ഐസ്ക്രീമുമായിട്ട് കല്യാണത്തിന് അന്ന് വരും. അത് ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മാരേജിന് മേക്കപ്പ് ചെയ്യാതെ വരാം. അയ്യോ ആളുകൾ തിരിച്ചറിയില്ല. നമുക്ക് ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. നമ്മളിനി കുറേ കാര്യങ്ങൾ ചോദിച്ചു പോകുന്ന കാരണം എടുക്കുകയാണെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഈ വ്യക്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ചാനൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ചാനൽ പയ്യെ എങ്ങനെ കയറി വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു പുതിയ വണ്ടി മേടിക്കുന്നതോ അങ്ങനെ എന്തോ ഒക്കെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ഇയർ ഈ വ്യക്തി വളരെ മെച്ചുവറായിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ബിഗ് ബോസിൽ വരുന്നു. ഓക്കെ യെസ് കൊള്ളാമല്ലോ, നമ്മൾ കണ്ടിട്ടുള്ള ആളാണല്ലോ. ബിഗ് ബോസിൽ വരുന്നു. ബിഗ് ബോസിൽ ഒരു ഗ്രേറ്റ് പ്ലെയർ എന്നുള്ള ഒരു സ്ഥാനം തീർച്ചയായിട്ടും ആൾക്കാർ കൊടുത്ത ഒരു വ്യക്തിയാണ്. ഇടയ്ക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നു പിന്നെ തിരിച്ചു വരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ബിഗ് ബോസിനൊക്കെ മുമ്പ് തൊട്ടേ ഇവരുടെ മാരേജൊക്കെ ഫിക്സ്ഡ് ആയിരുന്നു. പക്ഷേ ഈ മാരേജ് ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടും എന്ന് ഇവർ ഓർത്ത് കാണത്തില്ല. ആൻഡ് ഐ എം വെൽക്കമിങ് സിജോ ആൻഡ് ലിനു. ഹലോ. ശരിയല്ലേ? നമ്മള് കല്യാണം പ്ലാൻ ചെയ്ത് കല്യാണം നടത്തി. അപ്പൊ നമ്മൾ വിചാരിക്കുമല്ലോ ഓക്കെ നന്നായിട്ട് കല്യാണം നടത്തുന്ന പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ ആ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് പോകാനായിട്ട് ചില ആൾക്കാർ നമ്മൾ ഒരുപാട് സഹായിച്ചു ചെയ്തിട്ട്. ഓക്കെ അല്ല ശരിക്കും ഇത്രയും നിങ്ങളുടെ മാരേജ് തന്നെയാണെങ്കിൽ പോലും ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടും നിങ്ങൾ ഓർത്തിരുന്നു. കാരണം നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിരുന്ന ടൈമൊക്കെ എനിക്ക് നമ്മൾ ആ വീഡിയോസ് കാണുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രോത്ത് നമ്മൾ കാണുന്നുണ്ട്. സോ അപ്പൊ ഇത്രയും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞ വിവാഹം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് 2021 ഏറ്റവും ആദ്യം ഞങ്ങൾ കല്യാണം പ്ലാൻ ചെയ്യുന്നത്. കോവിഡിന്റെ ഒക്കെ സെക്കൻഡ് കോവിഡ് എന്നല്ല, ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് 2021 നവംബറിൽ കല്യാണം കഴിക്കാന്ന് പ്ലാൻ ചെയ്യുന്നു. കാരണം പ്രേമിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുന്ന ഒരു ത്വര നമുക്ക് ഉണ്ടാവില്ല. നടന്നില്ല. പിന്നെ ലാസ്റ്റ് ആ സമയമായപ്പോഴത്തേക്കും 2021 നവംബർ 21 ഡേറ്റ് ഒക്കെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു. സമയമായപ്പോഴത്തേക്കും ഇനി നമുക്ക് കല്യാണം കഴിക്കാനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത വർഷം ആവട്ടെ 2022 ആവട്ടെ. അങ്ങനെ അങ്ങനെ ഞാൻ 23 ആക്കുന്നു 24 ആക്കുന്നു. അങ്ങനെ ഓരോ വർഷം ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സുള്ള കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലഘുവായിട്ട് ഒരു ചെറിയ രീതിയിൽ കല്യാണം നടത്തി മാറ്റുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഈ സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിന്റെ ആ ദിവസം വരെ അന്നും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് കുറച്ച് പരിപാടീസ് ഇങ്ങനെ ഒരുക്കുന്നു. നമ്മുടെ ബിഗ് ബോസ് ഉള്ള സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലുള്ള സുഹൃത്തുക്കളും വരും, അടുത്ത ആൾക്കാർ അങ്ങനെയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ അപ്പുറത്തേക്ക് പോകുന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ അത് അതേപോലെ ആയി. ഒരു പേരോട് ചോദിച്ചോട്ടെ, അതായത് ഒരു ഗേൾ ഫ്രണ്ട് ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ നോർമലി ഇപ്പൊ ഒരു മാരേജ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഹസ്ബൻഡിന് ചിലപ്പോൾ സർപ്രൈസ് കൊടുക്കും വൈഫ്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ചിലപ്പോൾ എന്തെങ്കിലും വാങ്ങി കൊടുക്കും, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പൊ ഈ റിലേഷൻ സ്റ്റാർട്ട് ആ ഒരു ടൈമിൽ തന്നെ സിജോനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? ആ ടൈമിൽ തന്നെ എല്ലാം സിജോയുടെ ഡൗണും അപ്പോൾ എവറിത്തിങ് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു സിജോയുടെ ഏറ്റവും ഒരു ആഗ്രഹമായിരുന്നു വണ്ടി മേടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ
എട് മോനെ വണ്ടി ബുക്ക് ചെയ്യടാ എന്ന് പറയുന്ന ഒരു സ്കീമില്ല. അതിന്റെ ആ ബുക്ക് ചെയ്യുന്ന എമൗണ്ട് വരെ ലിനുവാ കൊടുത്തത് ഞാൻ. അതെ അതെ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ അത് ശരിക്കും അത് രണ്ട് രീതി വേണം തിങ്ക് ചെയ്യാം. അത് എന്തായിരുന്നു അതിന്റെ ഒരു ഫോഴ്സ്, അതിന്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു? അങ്ങനെ അല്ല, ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഒരു വണ്ടി ഇങ്ങനെ, ഒരു എപ്പോഴും ബൈക്കിൽ ഒരു ഒരു അപ്പം നമ്മൾ ആഗ്രഹിക്കും സ്വാഭാവികമായിട്ട്. ഇത്രയും വർഷം കഴിയുമ്പോൾ നമുക്കൊരു ചേഞ്ച് വരണമെന്ന് ആഗ്രഹിക്കും, ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ശരി നിങ്ങൾ ബുക്ക് ചെയ്യും, ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ, അല്ലാതെ അപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന്. എന്നിട്ട് സിജു അറിയാതല്ലേ ബുക്ക് ചെയ്തേ? ഞാൻ അറിയാം. എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് വിനു ചേട്ടനായിട്ട് ഞാൻ വിനു ചേട്ടൻ വണ്ടി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്റെ എല്ലാ സുഹൃത്തുക്കളെയും ലിനുവിനെ അറിയാം. അപ്പോൾ വിനു ചേട്ടൻ വഴി ഞാനപ്പോൾ ഓർത്തിരുന്നു ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് ആ ദിവസം കൊണ്ട് അഡ്വാൻസ് കൊടുക്കാം എന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അലിനു അത് ഓൾറെഡി ചെയ്തിട്ട് എനിക്ക് അതിന്റെ റെസിപ്റ്റ് ആണ് കിട്ടുന്നത് പിന്നീട്. അത് ഭയങ്കര സർപ്രൈസ്. അതെ. പക്ഷെ എനിക്ക് ലിനു ആദ്യമായിട്ട് തന്ന സമ്മാനം അതല്ല കേട്ടോ. ആദ്യമായിട്ട് തന്ന സമ്മാനം ഒരു ബിയറാണ്. ആളെ എറിഞ്ഞങ്ങ് കൊടുത്തെന്ന്. അതെ അതെ അതെ. അത് എവിടെ വെച്ചിട്ടായിരുന്നു? ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ പരിചയപ്പെട്ട് എന്റെ ആദ്യത്തെ ബർത്ത്ഡേ വന്ന സമയത്ത്, കാരണം ഞങ്ങള് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ മെയ് 28 തീയതി ഞങ്ങള് വീഡിയോ കോളിൽ സംസാരിക്കുന്നു. ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരിട്ട് പോയി മീറ്റ് ചെയ്യുന്നത്. അപ്പോ ജൂൺ 2 ലിനുന്റെ ബർത്ത്ഡേ വരുന്നു. ജൂൺ 9 തീയതി എന്റെ ബർത്ത്ഡേ. ജൂൺ 5 അടുത്ത ഒരു ബീർ. അപ്പോ ഈ മെയ് 28 ജൂൺ 9 തമ്മിൽ കുറച്ച് ദിവസത്തെ 10 ദിവസത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പോ മിഞ്ചു എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തിന്റെ കയ്യിൽ എനിക്കൊരു ബോക്സ് കൊടുത്തു വിട്ടു. ആ ബോക്സിനകത്ത് നോക്കുമ്പോ കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്, കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും വെയിറ്റ് ഉണ്ട്. അപ്പൊ അത് ചോക്ലേറ്റിനും ഫ്ലവേഴ്സും ഒരുപാട് വെയിറ്റ് വരത്തില്ലല്ലോ, എന്താ ഈ വെയിറ്റ് ഉള്ള സാധനം? ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിന്റെ അടിയിലായിട്ട് ഒരു ബിയർ. അതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ? എൻജോയ്. ഇല്ല, ബിയർ അത്. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ബിഗ് ബോസ് ടീമിലെ വേറെ ഒരാളും കൂടെ നിങ്ങളുടെ തന്നെ വളരെ അടുത്ത, ഈ മാരേജിനൊക്കെ കുറെ പോപ്പുലർ ആയിട്ടുള്ള നോറ. ഹലോ, ഒരു കൈയടി, ഒരു കൈയടി, ഒരു കേക്ക്. കേക്കില്ല? നോറ വന്നപ്പോഴത്തേക്ക് ഒരു കേക്കുമായിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. ഭയങ്കര വില കൂടിയെന്നാണ് അറിഞ്ഞത്. നീ കാരണം കേക്കിനൊക്കെ ഇത്ര ഡിമാൻഡ് നമ്മളിപ്പോഴറിയുന്നത്. അപ്പൊ ഈ പറഞ്ഞതാണ് ഇപ്പൊ ട്രെൻഡിങ്. ഇപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഓരോ ട്രെൻഡിങ് എന്ന് പറയുന്ന പോലെ ആ ഒരു വീഡിയോ കുറെ മിക്സഡ് ഒപ്പീനിയൻസ് അല്ലേ? അത് പലരും ഇപ്പം എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ഫ്രണ്ട്, വളരെ ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ അവരുടെ അടുത്ത് നമുക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. അത് ശരിയാണ്, ശരിയല്ലേ? പക്ഷെ ആ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആൾക്കാർ അതിനെ രണ്ട് രീതിയിൽ എടുക്കാം. അങ്ങനെ ആണെന്ന് തോന്നുന്നു ആ കേക്കിന്റെ മനസ്സിലാക്കുന്നു. സിജോയ്ക്ക് ആക്ച്വലി അതിൽ എന്താണ് പറയാനുള്ളത്? അല്ല, ആ വിഷയത്തിൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ നോറയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ടാണ് ഇതിന് തുടക്കം. അതെ, അങ്ങോട്ട് കേക്ക് വെക്കുന്നു അവളുടെ ബർത്ത്ഡേയുടെ ദിവസം. പിന്നീട് നോറ തിരിച്ചത് ഈ പ്രതികാരം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വേർഡ്, അത് നമ്മൾ മറ്റേ ഈ സിനിമയിൽ കണ്ട പരിചയമുള്ള ആ ഒരു റിവെഞ്ച്, അങ്ങനെയല്ല, ഒരു സ്നേഹത്തിന്റെ സ്വീറ്റ് റിവെഞ്ച് ആണ്. അപ്പോ ആ ഒരു സ്വാതന്ത്ര്യം, സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടും അവിടെ ഇങ്ങോട്ടും ചെയ്തത്. അതെ, ആ ഒരു ആക്ട് ശരിയാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല. അതായത് ഇപ്പൊ ഞാൻ നോറയുടെ ബർത്ത്ഡേക്ക് പോയി കേക്ക് തേക്കുന്നു. ഇപ്പൊ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഒരു കമന്റ് ആണ്. കമന്റ് മാത്രമല്ല, ഒരു വീഡിയോയിൽ കണ്ട ഒരു എക്സ്പ്ലനേഷൻ ആണ്. ബർത്ത്ഡേ എല്ലാ വർഷവും ഉണ്ട്, വിവാഹം ലൈഫിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു ബർത്ത്ഡേ ദിവസം ആണെങ്കിൽ തന്നെയും ഇപ്പൊ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരൊരുങ്ങി ഒരുപാട് ക്ഷണിക്കപ്പെട്ട ആൾക്കാർക്ക് നടുവിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയിട്ട് കേക്ക് തേച്ച് കഴിഞ്ഞാൽ അത് റോങ് ആണ്. എന്തൊക്കെയാലും റോങ് ആണ്. തീർച്ചയായും തിരിച്ച് മാരേജിന് ഇപ്പൊ എക്സ് ഓർ വൈ ആരും ആയിക്കോട്ടെ, അവിടെ അങ്ങനെ ചെയ്യുന്നത് റോങ് ആണ്. പക്ഷേ ഞാനും നോറയും അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ, അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് അത് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ തീരേണ്ടതാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും പറയുന്നു ആക്ട് ശരിയാണെന്നല്ല എന്റെ അർത്ഥം. പക്ഷെ ആ ഒരു കോൺട്രവേഴ്സി അവിടെ കൊണ്ട് നമുക്ക് തീർക്കാം. അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞങ്ങൾക്ക് ഇല്ലാത്ത പ്രോബ്ലം എന്താണ് ബാക്കി. ഇപ്പോ വിവാഹത്തിന് ശേഷം എന്നെ പൂളിൽ കൊണ്ടുപോയിട്ട് സിബിനും നോറ എല്ലാം കൂടെയാണ് കൊണ്ട് പൂളിലിടുന്നത്. നോറയുടെ ബർത്ത്ഡേ ദിവസം കേക്ക് കൊണ്ട് തേച്ചിട്ട് നേരെ പൊക്കി കൊണ്ടുപോയിട്ട് പൂളിൽ കൊണ്ടിടുവാണ്. ജാസ്മിന്റെ ബർത്ത്ഡേ ദിവസം കേക്ക് കൊണ്ടുപോയി തേച്ചിട്ട് ഞാനും സായും കൂടെ നേരെ കൊണ്ടുപോയിട്ട് പൂളിൽ കൊണ്ടുപോയിടുവാണ്. അപ്പോൾ ഇതെല്ലാം ആ സൗഹൃദത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കംഫർട്ട് സോണിൽ. അതെ, ഇപ്പൊ നമ്മള് ഈ സൗഹൃദം ഉള്ളത് കൊണ്ട് അതിനിടയ്ക്ക് മീഡിയാസ് ഉണ്ടോ, അല്ലെങ്കിൽ നാളെ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയ ആൾക്കാർ ചീത്ത വിളിക്കുവോ തെറി വിളിക്കുവോ ഓർക്കില്ല. നമുക്കപ്പോ ഒന്നും ഓർക്കാൻ പറ്റില്ല. കാരണം അവിടെ നമുക്ക്
പ്രയോറിറ്റി എന്ന് പറയുന്നത് സൗഹൃദത്തിനാണ്. അപ്പൊ ആ സൗഹൃദത്തിൽ സംഭവിച്ചു പോയതായതുകൊണ്ട് ഒരിക്കലും എനിക്ക് അതിനകത്തൊരു കംപ്ലൈന്റോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും തോന്നിയിട്ടേ ഇല്ല. ഇത് തന്നെ നോറയോടും ചോദിക്കും, ലില്ലിനോടും ചോദിക്കാം. നോറയ്ക്ക് എനിക്കിപ്പോ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഈ കമന്റ് അടിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇപ്പൊ മുട്ടയാണെങ്കിലും തക്കാളി ആണെങ്കിലും ഒക്കെ ഫ്രണ്ട്സിന് മുഖത്ത് തേച്ച ആൾക്കാരായിരിക്കും മെജോറിറ്റി. അങ്ങനെ തന്നെ ആയിരിക്കും. ബർത്ത്ഡേക്കും ഓഫ് കോഴ്സ് അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ തമ്മിൽ ആ ഒരു ഫ്രണ്ട് സോണോ കാര്യങ്ങളോ ഇല്ലാന്നായിരിക്കും. പിന്നുള്ളൊരു കാര്യം, അന്നാണെങ്കിൽ ഞാൻ സിജോ ചേട്ടൻ്റെ അടുത്ത് ഇവരുടെ അടുത്ത് ആദ്യം ഞാൻ പറഞ്ഞ് അതായത് പലരും പറഞ്ഞിട്ടുണ്ട് അവർ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്തത്. അവിടെ അനൗൺസ് ചെയ്ത ശേഷം ബാക്കി എല്ലാരോടും ഇപ്പൊ ടൈം ആയില്ലേ എല്ലാരോടും ചോദിച്ച ശേഷമാണ് ഞാൻ ചെന്ന് ചെയ്യുന്നത്. അല്ല, അത് ക്ലാരിറ്റി വരുത്താം. കാരണം നോറ വന്ന സമയത്ത് അവള് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നോറ എന്ന ഗിഫ്റ്റ് ആണിത്. അപ്പോ അവള് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് എന്റെ അടുത്ത് കാതി വന്ന് പറഞ്ഞു, ചേട്ടാ ഞാൻ പ്രതികാരം ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും കേക്ക് തേക്കും. ഞാൻ എക്സ്പെക്ടഡ് ആയിരുന്നു. ഒന്നെങ്കിൽ കേക്ക് തേക്കും അല്ലെങ്കിൽ പൂളിൽ കൊണ്ടുപോയിട്ട് ഇടും. അപ്പൊ ഇത് ഉറപ്പാ. കാരണം എനിക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ട് അവിടെ പൂളില്ലേ എന്നൊക്കെ ഇവിടെ എനിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അപ്പോ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നോറ വരുന്നു പോകുന്നു, നോറ ഇത് പറഞ്ഞെങ്കിൽ തന്നെയും കല്യാണ തിരക്കായതുകൊണ്ട് നമ്മൾ ഇത് തന്നെ മനസ്സിൽ ആലോചിക്കില്ല. പെട്ടെന്ന് നമ്മള് ഇത് വിട്ടുപോകും. അപ്പോ അവിടെ അനൗൺസ് ചെയ്തു. അന്ന് അൽത്താഫും അതേപോലെ ഷാലു ഒക്കെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ അനൗൺസ് ചെയ്തു പ്രോഗ്രാംസ് എല്ലാം തീരുകയാണ്. കാരണം 10 o'clock ആകുമ്പോഴത്തേക്കും സൗണ്ട്സ് ഒക്കെ ഓഫ് ചെയ്യണം. കാരണം നമ്മൾ ബീച്ച് സൈഡ് ആണ്. അപ്പോ അനൗൺസ് ചെയ്തു. ഒന്നല്ല 2 തവണ അനൗൺസ് ചെയ്തു. ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരിക, DJ ആരംഭിക്കാൻ വേണ്ടി പോകാന്നൊക്കെ അനൗൺസ് ചെയ്തു. ആ സമയത്താണ് നോറ ഓടി വരുന്നത്. ആ സമയത്ത് ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ഇവർക്ക് അറിയാം പ്രോഗ്രാം തീർന്നു എന്നറിയാം. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുകയും ചെയ്തത്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിനുവിന് ആക്ച്വലി ഫീൽ ചെയ്യുന്ന ആ ടൈമില് ആ ഒരു അറിയാം. പെട്ടെന്ന് അല്ല, ഞാൻ അറിഞ്ഞില്ല ചെയ്യുന്ന. അത് ഇവര് തമ്മില സംസാരിച്ചത്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഡ്രസ്സ് മാറി വന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോ വന്നോ തേക്കുന്നു ഞെട്ടലായിരുന്നു. എല്ലാം അവിടെ നിന്ന് എല്ലാരും ഞെട്ടി. അതുപോലെ ഞാനും ഞെട്ടി. ഞാൻ കുറച്ച് പുറകോട്ട് നിന്ന് എന്റെ ഡ്രസ്സ് വീടരുത് വന്നോ. ഇല്ല ഞാൻ നിന്റെ ഡ്രസ്സ് തേക്കത്തില്ല, അവൾ എന്നോട് ഉറപ്പ് തന്നെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു അവര് തമ്മിൽ ഫ്രണ്ട്സ്, അവര് തമ്മിലുള്ള പ്രശ്നം എന്റെ ഭർത്താവാന്ന് പറഞ്ഞിട്ടുള്ളൂ. അവര് തമ്മിൽ ഫ്രണ്ട്സ് എന്റെ തേക്കത്തില്ല നമ്മൾ ഉറപ്പ് പിന്നെ അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിനൊരു പ്രശ്നമൊന്നും തോന്നിയില്ല. എന്റെ ഭർത്താവായതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അതിനകത്ത് പിറ്റേ ദിവസം ഈ സംഭവം കുറെ വൈറലായിരുന്നു. അപ്പോ പല ന്യൂസ് ചാനലിലേക്ക് ഇത് വന്ന സമയത്ത് അച്ചുവാണ് എനിക്ക് പറയുന്നത്, അയ്യോ നോറയ്ക്ക് ചിലപ്പോ സങ്കടമായിട്ടുണ്ടാവാം. കാരണം പല ആൾക്കാരെ ഏറ്റെടുക്കുന്നുണ്ട്, കുറെ കമന്റ്സ് വരുന്നുണ്ട്. നോറയാണെന്ന് വീഡിയോ കോൾ ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്നിട്ട് ഇവിടെ വീഡിയോ കോൾ ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു സിജോ ചേട്ടനേക്കാൾ കൂടെ അതെന്തിനാണ് ഇതൊക്കെ ആ രീതിയിൽ ലിനു ആണ് പറയുന്നത്. ലിനു കാണാൻ സൈലന്റ് ആയിട്ട് ഒതുങ്ങിയിട്ടാണെങ്കിലും കൊറേ പോയിന്റ്സ് അവിടെ പിന്നെ അത് കഴിഞ്ഞല്ലേ എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്തിനാ അത് ആലോചിച്ചിരിക്കുന്നത്? അത് ലാസ്റ്റാ ചെയ്തത്. ഞങ്ങളെ എല്ലാ ഫോട്ടോസും ഞങ്ങൾ ലാസ്റ്റ് വന്ന് അത് ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് കപ്പിൾ ഫോട്ടോസ് ബാക്കി എടുക്കുക. ഞങ്ങൾക്ക് അതിൽ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല അപ്പോഴും ഇപ്പോഴും. ഇനി തുടക്കത്തിൽ വന്ന് നിൽക്കുമ്പോഴല്ലോ ചെയ്തത്. അല്ല അത് കാണിച്ചത് മര്യാദയല്ലേ? അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നോറ നേരത്തെ പറഞ്ഞ പോലെ ഈ സൗഹൃദങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ബിഗ് ബോസിൽ പോയത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ മീഡിയാസ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഇത്രയും പുറത്തു വന്നത്. അതെ, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലേക്ക് കല്യാണ സമയത്ത് ഈ ചെറുക്കനും പെണ്ണ് സ്റ്റേജിൽ വരുമ്പോ നമ്മൾ എന്തെങ്കിലും സിപ്പ് ചെയ്യുമല്ലോ. ചിലപ്പോ വൈൻ ആയിരിക്കാം. അതിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഓളിത്തരം വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പല ഓളിത്തരം കാണിക്കാറുണ്ട്. കാരണം നമ്മൾ അതിനകത്ത് ഇപ്പോ ഉദാഹരണത്തിന് കരിക്കും വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഉപ്പ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. ചില ആൾക്കാർ ലിക്കർ അതിനകത്ത് മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. ഇതൊക്കെ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ കൂട്ടുകാരന്റെ ആദ്യരാത്രിക്ക് ഞാൻ അവന്റെ റൂമില് ഫാൻ ഓഫ് ചെയ്തിട്ട് അതിനകത്ത് ഫെവിസ്റ്റിക് ഒട്ടിച്ചു വെച്ചു. അത് സ്വിച്ച് ഓഫ് ചെയ്തു. എന്നിട്ട് ഫെവിക്കിക് ഉണ്ടല്ലോ അത് പൊട്ടിച്ചു. അപ്പൊ സ്വിച്ച് ഒരിക്കലും ഫാൻ ഓൺ ആവത്തില്ലല്ലോ. അപ്പൊ രാത്രി സീരിയസ് കേട്ടോ, ഇത് ഒറിജിനായിട്ട് നടന്നുള്ള ബൾബ് ഇട്ടിട്ടേ അതും ഫെവിക്കിക് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് ഓഫ് ആയിരുന്നു, അല്ലെങ്കിൽ പറിച്ചെടുക്കണം ആ ബൾബ്. അപ്പൊ സത്യം പറഞ്ഞാൽ അവന്റെ ആദ്യ രാത്രി വന്ന് ആ ബൾബ് ഇട്ട് ഫാൻ ഇല്ലാണ്ട് ഗോകുൽ എന്ന കഞ്ഞിപ്പാടത്തുള്ള അറിയാം. അല്ല, അപ്പൊ ഈ ഇതുപോലെ ബിഗ് ബോസിലുള്ള ആൾക്കാർ അല്ലെ താരങ്ങൾ കല്യാണം കഴിക്കുന്നു. അപ്പം നോറയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്നില്ലേ ഇനി അടുത്തത് നിന്റെ മാരേജ് ആണ് എപ്പോഴാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? നോറ ഇനി എന്നായിരിക്കും
എന്റെ മാരേജോ ഈ വർഷം ഈ വർഷം ഉണ്ടാവും. ഈ വർഷം ഉണ്ടാവും. ഓക്കെ. കഴിക്കണ്ടേ? അല്ല, ഞാൻ എനിക്കും കഴിക്കണ്ടേ? നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് കഴിക്കണ്ടേ? നിങ്ങളല്ലേ കഴിച്ചില്ലേ? കഴിക്കാൻ മുട്ടിക്കുക. അല്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഞാൻ എപ്പോഴും പറയില്ല എനിക്ക് ഇറങ്ങിയാൽ കല്യാണം കഴിക്കണം പക്ഷെ ഞാനാ പറഞ്ഞോണ്ടിരുന്നത് ബട്ട് ബാക്കി എല്ലാരും കല്യാണം കഴിച്ചോണ്ടിരിക്കുകയാണ്. അല്ല ഞങ്ങൾ അന്ന് ശത്രുക്കളാണല്ലോ, എങ്കിൽ തന്നെ ഞങ്ങള് ഇടക്ക് അവിടെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എപ്പോഴാ കല്യാണം. അപ്പൊ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പെട്ടെന്ന് കല്യാണം, ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ കല്യാണം എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ കഴിഞ്ഞു ഒത്തിരി ഗ്യാപ്പ് വരാൻ കാര്യം ലൈക്ക് അത് സാഹചര്യം ജയിക്ക് സമാധാനം വേണ്ടേ, അത് ഓർത്ത് പുള്ളി സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് ഓർത്തിട്ട് അതാണ് സത്യം. സ്വീറ്റ് റിവെഞ്ച് എന്തെങ്കിലും കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? അത് ഓൾറെഡി ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്, 1 കിലോ കേക്കും 1 കിലോ ഐസ്ക്രീമുമായിട്ട് കല്യാണത്തിന് അന്ന് വരും. അത് ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ചാവണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഞാൻ കേക്ക് തേക്കും, 1 കിലോ കേക്കായിട്ട് വന്നിട്ട് ആ കേക്ക് മൊത്തം തേക്കും പരിപാടി തീർന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഗുണം, അതിനകത്തൊരു ഗുണമുണ്ട്, മാരേജിന് മേക്കപ്പ് ചെയ്യാതെ വരാം. അയ്യോ അപ്പൊ ആളുകൾ തിരിച്ചറിയില്ല. ഇല്ല അത്രക്കൊന്നുമില്ല. ഇപ്പൊ കളർ മാറി പോകും, ഇത്രയും മാസം കളർ മാറും. ഞങ്ങളുടെ ബിഗ് ബോസിനകത്ത് ഇതേപോലെ മേക്കപ്പ് ഇട്ട് വരുന്ന ഒരാള്, പക്ഷെ സംഭവം ഇപ്പൊ കണ്ടില്ല ആളെ, ഒന്ന് തൂത്തിട്ട് നോക്കിയേ, തിരിച്ചറിയത്ത് പോലും ഇല്ല. പെട്ട തള്ളാണ്ടോ തിരിച്ചറിയത്തില്ല, അമ്മാതിരി മാറ്റം സംഭവിക്കും. കാരണം അത്രയും മേക്കപ്പ് ചേർത്ത് തന്നെ ഇവിടെ തോന്നിക്കുന്ന ഒരാളില്ല. ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കംഫർട്ട് സോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല ഞാൻ വേറൊരു സംഭവം ഉണ്ട്, നമ്മളില്ലേ ലൈക്ക് ഒരു ശത്രുക്കളായി നിന്ന ആളുകള് ഫ്രണ്ട്സ് ആയാല് ലൈക്ക് ഭയങ്കര ക്ലോസ് ആയി മാറും. അങ്ങനെയുണ്ട്. ഇപ്പം എന്റെ ഇതിന് മുമ്പത്തെ കുറെ ഫ്രണ്ട്സ് ആണെങ്കിലും അവർ ഇപ്പം ഗേൾസ് ആണെങ്കിൽ പോലും ആദ്യമേ ഇവളേതാ ആ ഒരു മൈൻഡിൽ നിന്ന ഗേൾസ് ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ എന്താ ഭയങ്കര ക്ലോസ് ആയത്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സിജോ ചേട്ടനും ലൈക്ക് നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് അതും നമ്മൾ ഫ്രണ്ട്സ് ആയാല് നമ്മൾ ആ ഒരു ജഡ്ജ്മെന്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി നല്ലൊരു ഫ്രണ്ട്സ് സോണിലേക്ക് അത് പോകും. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് വെച്ച് വിഷമിത്താണെന്നൊക്കെ പറഞ്ഞ നോറയുടെ ഉമ്മയും വാപ്പയൊക്കെ നിൽക്കുന്നു. അപ്പൊ നോറ വീട്ട് പറഞ്ഞ് അയ്യോ അങ്ങനെ പറഞ്ഞു, ഉമ്മ നിൽക്കാം. അപ്പോഴും ഞങ്ങൾ ശത്രുക്കളാ. ഉമ്മയെടുത്ത് വാപ്പെടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട്, കാരണം ഉമ്മയും വാപ്പയും ഞങ്ങൾ തമ്മിൽ ശത്രുത അവർക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മയെടുത്ത് വാപ്പെടുത്ത് ഞാൻ ഭയങ്കര അടുപ്പുവാ. അപ്പോ ഇവള് ഉമ്മെടുത്ത് പറഞ്ഞ് ഉമ്മയെ ഇവരെന്നെ വിഷവിത്തെന്ന് വിളിച്ച്. അപ്പൊ മനസ്സലിയണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു, കാരണം ഉമ്മ ഇവള് വിഷവിത്താണ്. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഞങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുന്ന അത്ര തയ്യാറല്ല, അത്രയ്ക്കും മറ്റേ ഇതിലാണല്ലോ അല്ലേ. അതിനകത്ത് വെച്ചിട്ട്, കാരണം അവര് നമ്മളെ കാണിക്കുന്ന ഫുട്ടേജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ അത് തോന്നില്ല അവിടെ വെച്ചിട്ട്. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴേക്കും മനസ്സിലായത് അതൊന്നും എല്ലാ സംഭവങ്ങൾ എന്റെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടു. ഇപ്പൊ നിങ്ങളുടെ മാരേജിന്റെ ഇത് തന്നെയാണെങ്കിലും ഒരുപാട് ചർച്ചകൾ അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ പല രീതിയിലും. അപ്പൊ എനിക്ക് തോന്നുന്നു ദിയ കൃഷ്ണയുടെ ഒരു ഇതുണ്ട്, സംഭവം ഉണ്ടല്ലോ ചെയ്തൊരു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാ അത് ടേക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടാവല്ലോ. ഞാൻ കണ്ടല്ലോ, ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. അത് പ്രതികരിക്കാൻ റീസൺ ഉണ്ട്. ഇപ്പോ നമ്മളിപ്പോ ആദ്യം ഞാനിത് കണ്ടപ്പോ ഞാനൊരു ന്യൂസ് ചാനലിലാണ് ഏറ്റവും ആദ്യം കാണുന്നത്. ഞാൻ അപ്പൊ നോറെ വിളിച്ച് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം വിചാരിച്ചത് ഒരു വ്യക്തി, സമൂഹത്തിൽ അറിയപ്പെടുന്ന വലിയ നിലയിൽ താമസിക്കുന്ന വലിയ പദവിയിലിരിക്കുന്ന ഒരാള് ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ അതിനെ കണ്ടിരുന്നത്. അതിൽ തിരിച്ചൊരു മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല, കാരണം എന്റെ മാരേജ് കഴിഞ്ഞ ദിവസമാണ്. അപ്പം ഞാൻ അനാവശ്യമായിട്ടൊരു വിവാദത്തിലേക്ക് തലവെക്കേണ്ടതാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സായിനെ ഒരു ബോഡി ഷെയിം ചെയ്യുന്ന ഒരു കമന്റ് സോഷ്യൽ മീഡിയയിലുണ്ട്. ആ കമന്റിന് ഇതേ വ്യക്തി തന്നെ, ദിയകൃഷ്ണൻ തന്നെ, സ്മൈലി ചിരിച്ചുകൊണ്ടൊരു സ്മൈലി ഇടുന്നൊരു കമന്റ് ഞാൻ കണ്ടു, പരിഹസിക്കുന്നത്. അപ്പോ ഒരാളുടെ ഉയരത്തെ അല്ലെങ്കിൽ ഒരാളുടെ നിറത്തെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ അതിനെ ഈ വ്യക്തി പോയി ചിരിക്കുന്നു. മറു സൈഡിൽ വന്നിട്ട് എന്റെ ഭർത്താവിനെയാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം പിറ്റേ ദിവസം ആ വ്യക്തി പിറ്റേന്ന് ഇനി കേക്ക് കഴിക്കാനായിട്ട് ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോ അതിനൊരു ഭീഷണിയുടെ സ്വരമുണ്ട്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാവരുത് ഒന്നും കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഭീഷണിയുടെ സ്വരം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ മിണ്ടാതിരിക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ വേറൊരാളെ കളിയാക്കുന്നത് കൂടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് റിയാക്ട് ചെയ്യണം തോന്നി. പ്ലസ് നോറ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോ നോറ ഒരുപാട് സൈബർ അറ്റാക്ക് വരുന്നുണ്ട്. അതായത്
ഈ എവിടുന്നൊക്കെയോ വരുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പറഞ്ഞു മറ്റേ അതിർത്തി കടന്ന് ഇന്ത്യയെ കടന്ന് വേറെ ഏതോ രാജ്യത്ത് ഏതോ ഒരു ചാനലില് 27 മില്യൺ പ്ലസ് കടന്നിട്ടുണ്ട്. അതൊക്കെ ഈവൻ ഫോറിൻ കൺട്രീസിലുള്ള ആളുകൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഓരോ അർത്ഥങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കെട്ടതെറിയാണെങ്കിലും അത് പിന്നെ ഞാൻ അതുപോലെ അത് ഓഫ് ചെയ്ത്. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാള് മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഏത് റഷ്യൻ, ഫിലിപ്പ് അങ്ങോട്ടൊക്കെ പോയി. ഇപ്പം നോറയുടെ ബോയ്ഫ്രണ്ടിന്റെ കാര്യമുണ്ടല്ലോ, പലരും ഒരു കൂട്ടം ആൾക്കാരെങ്കിലും ചോദിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരുമിച്ച് വന്ന സമയത്ത് മാസ്ക് ഇട്ടാണ് വന്നത്, ചേരുന്ന മാസ്കും, അതും ബ്ലാക്ക് ഒക്കെ. അപ്പം ബോയ്ഫ്രണ്ട് ആക്ച്വലി ആൾക്കാർ കണ്ടാൽ എന്താണ് പ്രോബ്ലം, മാസ്ക് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇൻക്ലൂഡിങ് മീ. ചിലപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് മാസ്ക് എടുത്ത് എന്തിനാണ്. ചിലപ്പം സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലായിരിക്കാം, എങ്കിലും ഫ്രണ്ട്സിന്റെ കല്യാണമായപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ആളുകൾ കൂടുന്നത് കാര്യം ഭയങ്കര സോഷ്യലൈസ് ആയിട്ടുള്ള ആളല്ല. പിന്നെ ഈ ഒരു മാസ്ക് ഇടുന്ന ഹാബിറ്റ് ആളെക്കാളും മുമ്പ് എനിക്കുള്ളതായിരുന്നു. ഓക്കെ, ഞാനാണ് എപ്പോഴും മാസ്ക് ഇട്ടിട്ട് പുറത്തിറങ്ങുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി, ഞങ്ങൾ രണ്ടുപേരും മാച്ച് ആക്കിയിട്ട് ഇട്ടിട്ട് നടക്കലുണ്ടായിരുന്നു. അത് അതെ ലൈക്ക് ഡ്രസ്സിന് മാച്ചപ്പ് ചെയ്തിട്ട് അങ്ങനത്തെ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഫോണിൽ ഞാൻ ദേഷ്യം ചെറിഞ്ഞു പൊടിച്ചു, അതുകൊണ്ട് ആ ഫോട്ടോസ് എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ബട്ട് അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഞാൻ എന്താ പറയാ ബിഗ് ബോസ് പോകുന്നത്. തിരിച്ചു വന്ന ശേഷം ഞാൻ യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഓക്കെ എന്റെ ഫോട്ടോസും വീഡിയോസ് ആൾക്കാർ എടുത്തോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പിന്നെ അത് യൂസ് ചെയ്യാത്തത്. ബട്ട് അറ്റ് ദാറ്റ് ടൈം എനിക്ക് ആളോട് ഇനി മാസ്ക് മാറ്റി, ഇനി ഇത് ഒഴിവാക്കുക, അങ്ങനെ എനിക്ക് പ്രഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആളുടെ കംഫർട്ട് സോൺ എന്താണോ അതുപോലെ ആൾ നിൽക്കട്ടെ. ബിക്കോസ് ഈ കമന്റ് ബോക്സിലുള്ള ആളെ കൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ കൂടെ അല്ല ഞാൻ എന്ത് ചെയ്യുന്ന ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് ആളുടെ കംഫർട്ട്, ആൾക്ക് എന്താണോ മാസ്ക് ഇടാണെങ്കിൽ മാസ്ക് ഇടേ, മാസ്ക് ഇടുന്നില്ലേ ഇടണ്ട, ഇറ്റ്സ് അപ് ടു ഹിം. അതെ, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ വിഷയം. ഇപ്പൊ നിങ്ങളും മാസ്ക് ഇടാതെ എത്ര വട്ടം കണ്ടിട്ടില്ലേ? എത്ര ഈവൻ കുറെ വീഡിയോസിൽ മാസ്ക് ഇടാതെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ബട്ട് ആൾക്കാർക്ക് ആ ഒരു കാര്യത്തിന് പോയിന്റിനെ ഫോക്കസ് ചെയ്യുന്നു. ആൻഡ് ഐ റിയലി ഡോണ്ട് കെയർ. സിജോയുടെ വീട്ടിൽ എങ്ങനെയുണ്ട്? ഫുൾ ചില്ലാണ്. കാരണം നമ്മൾ വീഡിയോസ് കാണാം. സിജോ ഇപ്പൊ എനിക്ക് സിജോ ടോക്സും അതല്ലാതെ സിജോയുടെ ചാനലും അല്ലേ? 2 ചാനലും ഞാൻ പറയാം, അത് കഴിഞ്ഞ് ഇങ്ങനെ പറയാൻ വരുമായിരുന്നു. അപ്പോഴാണ് അതും നമുക്ക് കാണാൻ പറ്റുന്നത്. വീട്ടിലെല്ലാവരും ചില്ലായിട്ട് ഭയങ്കര. സിജോയുടെ സിസ്റ്റർ ആണെങ്കിലും അപ്പനും അമ്മയും എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് എങ്ങാണ്ട് പോയിട്ട് എന്തോ സാധനമൊക്കെ അപ്പനൊക്കെ കൊണ്ട് കൊടുക്കുന്നു. അതെന്തായിരുന്നില്ല സ്കോച്ച്, ഒന്നല്ല 2 സ്കോച്ച്. അത് പപ്പയ്ക്കും 2 പപ്പമാർക്കും വാങ്ങിച്ചു. അതായത് ലിനുടെ പപ്പയ്ക്കും എന്റെ പപ്പയ്ക്കും ഓരോ സ്കോച്ച് ചെയ്ത് വാങ്ങിച്ചു. കാരണം അവർക്ക് എന്ത് വാങ്ങിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞങ്ങള് കാശ്മീരിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 2 സ്കോച്ച് എടുത്താലും അപ്പൊ ആ സ്കോച്ച് കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടിക്കണമല്ലോ സ്കോച്ച്. നമ്മള് ഈ സാധനം കൈക്ക് പൊട്ടിക്കണം അടിക്കുക എന്നുള്ളതാണ് അതിന്റെ ശീലം. പെട്ടെന്ന് പൊട്ടിച്ചപ്പോഴത്തേക്കും പൊട്ടിച്ചപ്പോ പിന്നെ അടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പപ്പ ഓർത്തു പപ്പ അടിക്കാം. അപ്പൊ ഫാമിലി എല്ലാം കടിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ അവിടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും അപ്പൊ ഞാൻ അമ്മ എടുത്ത് ചോദിച്ചു, അമ്മ കഴിക്കുന്നു. അമ്മ പറഞ്ഞു പിന്നെ എന്താണ് അടിക്കാം. അപ്പൊ കൊച്ചുമോളുണ്ട്, ഏറ്റവും ഇളയ അനീതി ഉണ്ട്, അവള് കഴിക്കണം വെച്ചാൽ അവള് അടിച്ചു. അങ്ങനെ ഈ ഇദ്ദേഹത്തിന് ചോദിച്ചു, ഇദ്ദേഹം ഇപ്പൊ അടിക്കും തന്നില്ലെന്ന് വിളിച്ചില്ല. അതുകൊണ്ട് ഒരു ഫുൾ എടുത്ത് വീട്ടിൽ കൊടുത്തിരുന്നു അപ്പന്. അതായത് അമ്മായിപ്പന്. അതെ, അമ്മായിപ്പൻ എന്ത് പറഞ്ഞു? അവൻ പറഞ്ഞ് ഇപ്പൊ വെച്ചേക്കാം, ഇവിടെ കുറച്ച് സാധനങ്ങൾ വേറെയും കുറച്ച് ഇരിപ്പുണ്ട്. ഇവിടെ ഭയങ്കരന്മാരെ. അത് ഞങ്ങള് 3 മരുമക്കള്, 3 ആമക്കളാണല്ലോ. അപ്പൊ 3 മക്കളും പോയിട്ട് വരുമ്പോഴത്തേക്കും ഈ സാധനം കൊടുക്കും. ഓക്കെ. അപ്പോ അതുകൊണ്ട് ഒരു സ്റ്റോക്ക് ഉണ്ട് വീട്ടില്. അപ്പം അതുകൊണ്ട് അവിടേക്ക് വെച്ചേക്കാം, പിന്നീട് കഴിച്ചോളാന്ന് പറഞ്ഞു. ബാച്ചിലേഴ്സ് പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? അത് വളരെ കളർഫുൾ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ബാച്ചിലേഴ്സ് പാർട്ടി കഴിഞ്ഞിട്ട് എല്ലാം കലാശക്കൊട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ നമ്മള് പറഞ്ഞതിന്റെ ബാക്കിയായിരുന്നു. എന്നൊക്കെപ്പോഴത്തേക്കും പാർട്ടിയാണല്ലോ, കാരണം ഞങ്ങളുടെ വിവാഹത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നുള്ള പാർട്ടിയല്ലേ. ശരി, അത് നീನು നന്നായിട്ട് അത് ആഘോഷിച്ചിരുന്നു. അത് നന്നായിട്ട് ആ സൗണ്ട് പുറത്തേക്ക് വരാത്തോണ്ടാ വന്നു കഴിഞ്ഞാല് നമ്മളൊക്കെ ബാക്കോട്ട് നിൽക്കേണ്ടി വരും. അത് വേറെ ലെവല് സംഭവമാണെന്നല്ലേ. ആക്ച്വലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഉള്ളൊരു വ്യക്തി ആണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെൻസിറ്റീവ് ആണല്ലേ? കാരണം ബിഗ് ബോസിലൊക്കെ ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഓടിപ്പോയി അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കരയുന്ന ഒരു വ്യക്തി. ക്യാമറ
ക്യാമറ കണ്ട ആളിപ്പോ അതൊരിക്കലും തെറ്റാന്ന് ഞാൻ പറയത്തില്ല. ഇല്ല, ഇറ്റ് ഡിപ്പെൻസ്. പലരും പല ഒരിക്കലും പറയത്തില്ല. ചിലർ പറയും ഇതെന്താ ഇങ്ങനെ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നത്. അതൊരു തെറ്റല്ല. ഓരോ ആൾക്കാർ ഓരോ ഇരിക്കുക. അപ്പം ശരിക്കും നോറ സിജോ ഇങ്ങനെ കണ്ടോ അല്ല കാരണം ബിഗ് ബോസിനകത്ത് വെച്ച് നോറ ഇങ്ങനെ നടക്കുമല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും കരഞ്ഞു. എവിടെയൊക്കെ ക്യാമറ ഉള്ളതുകൊണ്ട് അവിടെ ക്യാമറ ഉണ്ട്. ഞങ്ങൾ ഒരു ദിവസം ബിഗ് ബോസിനകത്ത് ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് വലിയ അടി ഉണ്ടായി. ഒരു ഓർമ്മയുണ്ടോ? നമ്മുടെ വലിയ അടികളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പകുതിയും പുറത്ത് വന്നില്ല. ഞങ്ങള് 2 മണിക്കൂർ ആ അടി ഇങ്ങനെ ഉണ്ട്. അതായത് നമ്മുടെ ആ റൂമിന്റെ പേരെന്താ? മറ്റേ പവർ റൂമില് പൊരിഞ്ഞടിയാ. ഹൗസ് മേറ്റ്സ് ഒക്കെ വരുന്നു. ഞങ്ങൾ തീരെ പുറത്ത് വന്നില്ലല്ലോ. അതൊന്നും വന്നില്ല. അത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ അടി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ബിഗ് ബോസിലുണ്ടായ ഞങ്ങൾക്കിടയിലുള്ള എന്താണ് ഇഷ്യൂ, ആ ഇഷ്യൂ മൊത്തം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ക്യാമറയുടെ കാര്യങ്ങൾ, കരച്ചില് എല്ലാം പറഞ്ഞിട്ട് അടിയായിരുന്നു. എനിക്കുണ്ടായ ഫിസിക്കൽ ഇഷ്യൂവിന്റെ കാരണങ്ങൾ ഉൾപ്പെടെ ഉള്ളൊരു ഒരു വഴക്ക. ഒരു 2 മണിക്കൂർ അല്ലല്ലേ, അതിന്റെ മുകളിലും ആ അടി നിൽക്കുന്നുണ്ട്. ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെ ഓടി വന്നൊരു അടിയാണ്. പക്ഷെ അത് പുറത്ത് വന്നതേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ക്ലാരിറ്റി ഇല്ല. ആൾക്കാർക്ക് പിന്നെ ക്ലാരിറ്റി കിട്ടി. അതെന്താ വരാത്ത നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ അതിൽ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞു. കാരണം ഇപ്പോ നമ്മളിപ്പോ പലരുടെയും ഫുട്ടേജ് അങ്ങനെ പുറത്ത് വരാറില്ല. അപ്പൊ അത് നമ്മുടെ ഭാഗ്യക്കേടായിട്ട് കാണാനേ പറ്റുള്ളൂ. അത് അവരുടെ നിയമമാണല്ലോ. അവരുടെ നിയമമാണ്. ഇപ്പൊ ഒരു സംഭവമുണ്ട്. ഇപ്പോ നമുക്ക് അതിനകത്ത് ഈ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ചലഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലെ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ചലഞ്ച്. അപ്പോൾ ഞാൻ ഈ സീസണിനകത്ത് എന്റെ സീസണിൽ എനിക്ക് ഒരു തവണ പോലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ചലഞ്ച് കിട്ടിയിട്ടില്ല. ഞാനത് കംപ്ലൈന്റ് ആയിട്ട് പറയുന്നതല്ല. ഞാനിപ്പോ വിശ്വസിക്കുന്നത് എനിക്ക് അതിന്റെ ഭാഗ്യമില്ലായിരിക്കാം എന്ന് ഞാൻ കരുതുന്നുള്ളൂ. പക്ഷേ ചില ആൾക്കാർക്ക് 1, 2, 3, 4 തവണയൊക്കെ ആ ചലഞ്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ചലഞ്ച് ഒരാൾക്ക് കിട്ടുവാണെന്ന് വിചാരിക്കുക, 100% അയാൾ ആ എപ്പിസോഡിൽ വരും. കാരണം അത് ഹോട്ട്സ്റ്റാറിന്റെ ചലഞ്ചാണ്. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് അവിടെ കിട്ടും, ഒരു സ്പേസ് കിട്ടും. അപ്പോ എനിക്കിത് കിട്ടിയിട്ടേ ഇല്ല ഈ സീസണകത്ത്, മനസ്സിലായില്ല. അപ്പോ ഇപ്പൊ മോർണിംഗ് ടാസ്ക് ചലഞ്ച്, കോമൺ ചലഞ്ചുകൾ മാത്രമായിരിക്കാം ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാവാം. എനിക്കും ഉദ്ദേശിക്കുന്നത് ഞാനെന്ന വ്യക്തിയെ മാത്രമല്ല, ചില ആൾക്കാർ ഇപ്പൊ നോറയ്ക്കാണെങ്കിൽ ശരിക്കും തോന്നുന്നു സിജോ ചേട്ടൻ തിരിച്ചു വന്നില്ലേ, തിരിച്ചു വരാതിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ലൈക്ക് അല്ല അങ്ങനല്ല, കാരണം വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ബട്ട് സിജോ ചേട്ടന്റെ സൈഡ് വെച്ച് ആലോചിക്കുമ്പോ ഞാൻ പറയാണ്, അതായത് അങ്ങനെ പോവാണെങ്കിലുള്ള ഒരു ഇതും കാരണം അത് കഴിഞ്ഞുള്ള റിട്ടേണിൽ കുറച്ച് ബിഹേവിയറൽ ചേഞ്ച് വന്നുകൊണ്ടാണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു കംപ്ലൈന്റ് അല്ല. നമ്മളിപ്പോ ശംഭു എന്ന് പറഞ്ഞ ഫോമിൽ പോയിട്ട് പിന്നെ ഒന്ന് മാറി നിന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്ന സമയത്ത് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ റിപ്പോർട്ട്സോ എന്റെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് എന്റെ വായിലെ സ്ക്രൂ അഴിച്ച് ഈ ബാൻഡേഡ് എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ആ ദിവസം ആണ് ഞാൻ വായിൽ സ്ക്രൂ അഴിക്കുന്നു, നേരെ ട്രാവൽ ചെയ്ത് ഹൗസിലോട്ട് കയറുമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്റെ കണ്ടീഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് എന്താ, ഞാൻ പൊളിക്കും, തകർക്കും എന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് ഒരു ദിവസം 12 മെഡിസിൻ ഉണ്ട്. അപ്പോൾ ഇത് ആന്റിബയോട്ടിക്സ് നമുക്ക് ഊഹിക്കാമല്ലോ. ആന്റിബയോട്ടിക്സ് കഴിച്ച് നമ്മുടെ അവസ്ഥ എന്താ നമുക്ക് ഊഹിക്കാം. അത് മാത്രമല്ല, ഞാൻ വന്നിട്ട് ഹോട്ടൽ ടാസ്കിന്റെ ഇടക്ക് ഇവർക്കൊക്കെ അറിയാം, ഇങ്ങനെ നീരൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ എന്നെ പിന്നെയും നമ്മുടെ ഡോക്ടേഴ്സ് വിളിക്കുന്നു. അപ്പൊ എനിക്ക് ഡോക്ടർ എന്ന് പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിജോ മര്യാദ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീക്ക് സിജോനെ പാക്ക് ചെയ്യും. കാരണം റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ മിണ്ടി കഴിഞ്ഞാൽ പുറത്തു പോകും. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം പക്ഷെ അതിനകത്ത് ആരും മിണ്ടായിരുന്നു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്പേസും ഇല്ല, ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ ആപ്പാട് പെട്ടുപോയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് ഇപ്പൊ ഞാൻ പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ വേറെ പണിയില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിലൂടെ അനുഭവിച്ചു പോയ വ്യക്തി ഞാൻ മാത്രമാണ്. അപ്പൊ എനിക്ക് മാത്രം അത് മനസ്സിലാവും. ഒരു ട്രോമയിലൂടെ പോകുമ്പോൾ മനസ്സിലാവും, നമ്മുടെ മൈൻഡിൽ എപ്പോഴും കാണും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ 28 ദിവസത്തോളം മാറി നിന്നല്ലോ. ഈ മാറി നിൽക്കുന്ന പറയുന്നത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ. എനിക്ക് മറ്റേ വേറെ ആൾക്കാരായിട്ട് സംസാരിക്കാനും മിണ്ടാനും വന്നു. അപ്പൊ നമുക്ക് ആപ്പാട് നമ്മള് കാരണം നമ്മള് മെന്റലി തന്നെ ഒത്തിരി ഡൗൺ ആവും. പിന്നീട് എന്ത് ചെയ്യാം? പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ എന്റെ കണ്ണിൽ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ, ഇതൊരു ഗെയിം അല്ലേ. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്താണ് എനിക്ക് എന്താ ടാസ്ക് കിട്ടാത്തത്? അപ്പൊ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഈ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ടാസ്ക് എന്താ ഞാൻ ചോദിച്ചത്, എനിക്കെന്താ തരാത്തത് നിങ്ങൾ? അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത് കാരണം എനിക്കറിയാം ഇത് ഗെയിം അല്ലേ, കാരണം എനിക്കിത് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. കാരണം എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കാണില്ല.
ഉറപ്പായിട്ടും എനിക്കറിയാലോ അത്. ഇപ്പൊ മോർണിംഗ് ടാസ്ക് കിട്ടുക, മോർണിംഗ് ടാസ്ക് ഇപ്പൊ നോറയ്ക്കോ സിജോയ്ക്കോ ചില മോർണിംഗ് ടാസ്ക് കണ്ടില്ലേ നിങ്ങൾ, അതായത് ഇന്ന വ്യക്തിയായിട്ട് നിങ്ങൾ ഒരുങ്ങി നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് ട്രെയിനറായിട്ട് എല്ലാവരെയും യോഗ പഠിപ്പിക്കൂ, അങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കും. അത് സിജോക്ക് കിട്ടിയാലല്ലേ സിജോക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഞാനവിടെ ഇപ്പം ശംഭു ഇന്ന് മോർണിംഗ് ടാസ്കിന് ശംഭുവിന് കിട്ടുന്നു, ശംഭു പെർഫോം ചെയ്യുന്നു, സിജോയുടെ കാഴ്ചക്കാരായിട്ട് ഇരിക്കുക. എന്റെ ഫേസ് പോലും അന്നത്തെ എപ്പിസോഡിൽ വരണമെന്നില്ല അല്ലേ? അപ്പോ ഇതൊക്കെ ഇതിന്റെ വധമാണ്. പിന്നെ ഞാനിത് അടുത്ത് എനിക്ക് അപ്പൊ അവിടെ വെച്ച് ചോദിക്കാം, നിങ്ങൾ എന്താ എനിക്ക് തന്നിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ചോദിക്കുന്നത് എന്തായാലും വരില്ല എന്ന് നമുക്ക് എൻഡ് ഓഫ് ദി ഡേ എല്ലാം മനസ്സിലാവും. തീർച്ചയായിട്ടും അത് അവരുടെ ക്ലോസും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കത് ഞാൻ ഇത്ര ചിന്തിക്കാറുള്ളൂ, സിജോ എന്ന് പറഞ്ഞ വ്യക്തിയെ ആർക്കും അറിയണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ ഒരു ലക്ഷത്തിൽ ഒരാൾ ഒരു പക്ഷേ വിരളമായിട്ടുള്ള സിജോ ടോക്സ് കാണുന്ന അത്ര ആൾക്കാർ കൂട്ടം. ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബിഗ് ബോസിൽ വന്ന സിജോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 1010 പേര് തിരിച്ചറിയുന്നത് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ ഞാൻ കംപ്ലീറ്റ്ലി തൃപ്തനാണ്, ഹാപ്പിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇനിയും, എനിക്കാണെങ്കിലും നോറയ്ക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നമ്മൾ അതിനുവേണ്ടി നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കയറി. അതിന് ഓറയ്ക്കും ബാധകമായിട്ടുള്ള കാര്യമുണ്ട്. ഇത് ബിഗ് ബോസ് കഴിഞ്ഞോടുകൂടി ആൾക്കാരുടെ ആ ഒരു ഇതിനു മുമ്പാണെങ്കിൽ പോലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഭയങ്കരമല്ലേ? ഭയങ്കര ഡിഫറൻസ് ആണ്. അങ്ങനെയല്ല ഞാൻ എന്താ പറയാ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യന് സിജോ ചേട്ടൻ ഇങ്ങനെ മറുപടി പറയണം. അപ്പൊ ഞാൻ ആലോചിക്കാം ഞാൻ എന്തായിരുന്നു ബിഗ് ബോസിന്റെ അത് സ്പേസ് കൊടുക്കാത്തത്. ഇപ്പൊ ചെക്കൻ സ്പേസ് എടുക്കട്ടെ പറയട്ടെ, ഇതെങ്ങനെ ആലോചിച്ചേ എപ്പിസോഡ് ആൾക്കാരെ കണ്ട് തിരിച്ചു പോകാനോ 10 മിനിറ്റ് ഒരു ചോദ്യത്തിന് സിജോ ചേട്ടാ എനിക്കെന്താ അറിയോ അന്നില്ലേ, എനിക്ക് ലാലേട്ടന്റെ മുമ്പിൽ ലൈക് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആള് ലാലേട്ടനായിരുന്നു. ലൈക് എനിക്കിപ്പം ബാക്കിയുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരുപാട് കാലം ഫിലിം കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ആരാധന ഫാൻ ബേസ് വരും. ഞാനാണെങ്കിൽ എത്രയോ വർഷമായിട്ട് ഫിലിംസോ കാര്യങ്ങളോ ഒന്നും കാണാത്ത ആളാണ്. ഞാൻ ആകെ നേരെ മൂവി മാത്രം കണ്ടിട്ട് ഞാൻ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതേ അറിയുള്ളൂ, എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഈവൻ ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കലില്ലേ ഈ ഫിലിമിൽ ഉള്ള ആൾക്കാർ വന്നിട്ടുള്ള എന്തെങ്കിലും ഓഡിഷനും കാര്യങ്ങളും. അത് അന്ന് ഞാൻ ചോദിച്ചു വെക്കാൻ കാരണം എനിക്ക് പറയാനോ ചോദിക്കാനൊന്നുമില്ല. അപ്പൊ എനിക്ക് എന്നെ അവിടെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്ന മാതിരി എനിക്ക് ഉള്ളെന്ന് ഫീൽ ചെയ്ത ഒരാളായിരുന്നു ലാലേട്ടൻ. അപ്പൊ ലാലേട്ടന് മുമ്പേ ഇങ്ങനെ എന്തെങ്കിലും പറയോ എനിക്ക് ആ ടെൻഷനും എനിക്കുണ്ട്. അപ്പൊ ഒന്നും പറയാൻ സമയത്ത് ചേട്ടാ 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 പറഞ്ഞിട്ട് ഞാൻ ശ്വാസം വലിക്കാൻ പോലെ ടൈം എടുത്തില്ല. അല്ലാത്ത ദിവസം ഒന്നും ലാലേട്ടൻ കാണലുണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് അപ്പൊ അങ്ങനെ 28 ഡേയ്സ് നമ്മളിങ്ങനെ കാണുന്നു, ഭയങ്കര ഹാപ്പി ആവുന്നു, വീട്ടുകാരെ ഹാപ്പി ആവുന്നു, രണ്ടുപേരും വീട്ടുകാരെ ഹാപ്പി ആവുന്നു. അപ്പൊ പെട്ടെന്ന് ആ ഒരു ഡേ, കുറെ പേര് ചോദിച്ചിട്ടൊക്കെ ഉള്ള കാര്യം, എന്നാലും ആ ഒരു ഡേ വരുന്നു, ഇത് ഹാപ്പൻ ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പ്രമമായിരിക്കുമല്ലോ ആദ്യം നിങ്ങൾ കണ്ടത് അല്ലേ? അപ്പം ആ ഒരു ടൈമിൽ എങ്ങനെ ആയിരുന്നു അത്? അപ്പം ഞാൻ ആദ്യം 24 മണിക്ക് എപ്പിസോഡ് കഴിഞ്ഞ എന്റെ പ്രോമോ ഞാൻ ഇപ്പഴും 24 hour കാണുന്നത്. അത് വീട്ടുകാരാണ് എപ്പിസോഡായിട്ട് കാണുന്നത്. എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ 24 hour കണ്ടിട്ട് ആർമി ഗ്രൂപ്പും കാര്യങ്ങളും നോക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്റർ ഓടി വന്നിട്ട് എടീ പ്രോമോ വന്നു, ഒരു പ്രോമോ വന്നു, സിജോയ്ക്ക് അടി കിട്ടുന്നത്. പൊടി ഇല്ല അങ്ങനെ അടി ഇട്ട് ശരിക്കും അടി കിട്ടി. എടി അത് ചമ്മാതായിരിക്കും, വല്ല ഡ്രാമയോ അങ്ങനെ വല്ല ആയിരിക്കും, അത് വല്ല അതായിരിക്കും സ്കിറ്റോ. ഇല്ലടി റോക്കി അടി ഇടിക്കുന്ന, റോക്കി അടിക്കുന്നു. സോറി ഇല്ലടി ചുമ്മാ അങ്ങനൊന്നും ഇല്ല. ഞാൻ ചെന്ന് നോക്കി സംഭവം ശരിയാണ്. അപ്പൊ ഞാൻ ഉടനെ എനിക്ക് ഓപ്ഷൻ വേറെ ഒന്നുമില്ല, വേറെ ആരെയും വിളിക്കാം. ഞാൻ ഏഷ്യാനിലോട്ട് വിളിച്ചത്. ഏഷ്യാനിലോട്ട് വിളിച്ചിട്ട് ഒരാളെ, ഒരു ക്രൂവിലുള്ള ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ സംഭവം. അത് പ്രശ്നമൊന്നുമില്ല, അത് ഞങ്ങൾ പ്രോമോയ്ക്ക് വേണ്ടി TRPക്ക് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന. അങ്ങനെയാണോ എന്നോട് ചോദിച്ചു. അങ്ങനെയുള്ളൂ, നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾ കണ്ടോ. പിന്നെ തൊട്ട് ജിന്റെ ഫുഡ് കഴിക്കാനിരിക്കണം. ജിന്റെ ഫുഡ് കഴിക്കുമ്പോഴേ ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നായിട്ട് സംഭവം വന്നപ്പോ ഇടി കൊണ്ടു. ഇടി കൊണ്ടുമ്പോ ഞാൻ നേരെ വിളിച്ചു, ഇതെന്റെ സംഭവം. എന്നിട്ട് ഞാൻ തന്നെ വിളിച്ചു. അവിടെ നമുക്കൊരാളെ വിളിക്കാൻ ഏഷ്യാനെയും നമുക്ക് തന്നെ ഫാമിലിക്ക് ഒരു നമ്പർ തരും. അതെനിക്ക് ആ നമ്പർ തന്നിട്ടുണ്ട്, എനിക്കും സിസ്റ്ററിന് കൊടുത്തിരിക്കുന്ന നമ്പർ. ഞാൻ വിളിച്ചു. എന്താ ഇല്ല കുഴപ്പമൊന്നുമില്ല, സിജുനെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരും. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, സിജു ഓക്കെയാണ്, ഓക്കെ ആണല്ലോ, ഞങ്ങൾക്ക് കോൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ശരി, ഒരു കുഴപ്പമില്ല. അപ്പം കുറച്ച് ദിവസം ഇത് വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് ചെല്ലാം,
ഇങ്ങനെ വന്നതല്ലേ ഒരാൾക്ക്. അപ്പം ചെറിയ പ്രശ്നമാണ്. വൈകിട്ട് രാത്രി ആയപ്പോൾ ഞാൻ വിനിച്ചേട്ടനുള്ള ടിക്കറ്റ് കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ വിളിച്ചു. ഞാൻ ഏഷ്യനിലെ പുള്ളിക്കാരിനെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വിനിച്ചേട്ടൻ വൈകിട്ട് കയറും. വിനിച്ചേട്ടൻ വിളിച്ചായിരുന്നു, സംസാരിച്ചു. സിജോയൊക്കെ ഉണ്ട്. സിജോയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അയ്യോ, അപ്പൊ പെട്ടെന്ന് ഓപ്പറേഷനോ? എന്താ ഓപ്പറേഷൻ? എൻ്റെ ടെമ്പർ തെറ്റി എൻ്റെ വരയ്ക്കുന്ന മൊത്തം പുള്ളിക്കാരി കേട്ടിട്ടുണ്ട്. എനിക്കിത് അച്ഛയുടെ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. പ്രൊമോ കണ്ടപ്പോൾ തൊട്ട് അമ്മ കരച്ചില്ല. എനിക്ക് കരയാനും പറ്റത്തില്ല, എനിക്കൊന്നും പറയാനും പറ്റത്തില്ല. ഒന്നും കുഴപ്പമില്ല അമ്മ, അത് ചുമ്മാ ഇതിനു വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു പ്രശ്നമല്ല അച്ഛ. ജസ്റ്റ് ഒരു നീര് വന്നിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. ഇങ്ങനെ പറഞ്ഞേക്കോ. ഈ ഓപ്പറേഷൻ്റെ കാര്യം പറയാൻ ഇത് കേട്ടിട്ട് എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു സൈഡിൽ നിന്ന് വീട്ടുകാരോട് ഇത് എങ്ങനെ ഞാൻ പറയുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു എത്തും പിടിയില്ല. പുള്ളിക്കാരുടെ അടുത്ത് എന്താ പറഞ്ഞത്? ലിനു എന്ത് പറഞ്ഞു? ഐ മീൻ അവരുടെ എനിക്ക് അത്ര ദേഷ്യം. നിങ്ങൾ ഇത് എന്നെ വൃത്തിയുടെ കാണിക്കുന്നത്, ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എന്നെ ഇപ്പോഴാണ് ഓപ്പറേഷന്റെ കാര്യം പറയുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കണ്ടേ. ഇവിടെ നിന്ന് ഒരാൾ പോകുമ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാ ചെല്ലുന്നത്. അവിടെ ആരും ഇല്ല. സുഹൃത്ത് റൂമിലേക്ക് വരുന്നതിന് സർജറി കഴിഞ്ഞിട്ടാ. അവര് വെൽ ടേക്ക് കെയർ ആയിട്ട് എല്ലാം ചെയ്ത്. പറയാത്തൊരു കൺസേൺ ആണ്. വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മള് നേരിട്ട് സംസാരിക്കുന്നില്ല, നമുക്ക് നേരിട്ട് അറിയത്തില്ല. ഇതിലും വരുന്നില്ല. നമ്മൾ നോക്കി നിൽക്കുക, ഇപ്പം വരും. പക്ഷെ വരുന്നില്ല. അത് ജസ്റ്റ് ഒരു ഐസ് വെച്ച് പോകുന്നത് നമ്മൾ കാണുന്നില്ല. പിന്നെ വിളിക്കുമ്പോ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറയുമ്പോ നമുക്ക് എന്നാ നമ്മള് ഒരു കുഴപ്പമില്ലാതെ പോയി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആളെ കുറിച്ച് ഇങ്ങനെ നമുക്ക് ശരിക്കും നമുക്ക് അരിശം വന്നിട്ട് വിളിക്കാനുള്ളതല്ല ഞാൻ വിളിച്ചു തന്നെ സത്യം. അത് കഴിഞ്ഞ് പിന്നെ ഗ്രാജുവലി എല്ലാം പയ്യെ അറിയുന്നുണ്ട്. അവര് പിന്നെ നമ്മളെ നന്നായിട്ട് നോക്കിയത് കൊണ്ട് പിന്നെ നമുക്ക് ഞാൻ പിന്നീട് സംസാരിക്കുന്ന അവസരം കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, അവരെന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം അവര് നമ്മളെ ആ ദിവസങ്ങളിൽ കൊണ്ടുപോയ രീതികളും അതിനുശേഷമാണെങ്കിൽ തന്നെയും അതെല്ലാം പക്കാപ്പക്കയായിരുന്നു. പക്ഷെ അത് ആ സൈഡ് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അവരെ നന്നായിട്ട് നോക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇവർ നോക്കുമ്പോ എന്താ, ഫാമിലി ഈ സംഭവം അറിയിച്ചിട്ടേ ഇല്ല. അവർ ഉദ്ദേശിച്ചത് ഫാമിലി അറിയിച്ച ഫാമിലി വെറുതെ ടെൻഷൻ ആവാണ്ടെന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ലിനുവിന്റെ സൈഡ് അല്ലെങ്കിൽ വീട്ടുകാരുടെ സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അറിയിക്കാൻ സർജറി പോലും കഴിഞ്ഞു. അപ്പൊ അവർക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഫൈനലി അത്രയും ഗ്യാപ്പ് എടുത്തപ്പോഴും നമ്മൾ പിന്നെ എവരിഡേ കോൺടാക്ട് ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് അവിടെ ചെന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ പുള്ളി പറയുന്നല്ലോ നമുക്ക് ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ നമ്മളൊരു ഓക്കെ ആവത്തുള്ളൂ. കാരണം ഇവര് പറയും ഞാൻ പിന്നെ വിശ്വസിക്കത്തില്ല. ഇവരിനി ഇന്നിപ്പോ നടന്നിട്ട് അടുത്ത ദിവസമാണ് പറയുന്നത് ഓപ്പറേഷൻ കഴിയുന്നത്. അപ്പൊ പിന്നെ അവര് പറയുന്നത് എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഒന്നും ചോദിക്കാനും താല്പര്യമില്ല. പിന്നെ ഞാൻ ചേട്ടനോട് തന്നെ നേരിട്ട് തന്നെ ചോദിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു ഭയങ്കര ഷോക്കായിരുന്നു.